ഹായ് ഓൾ, വെൽക്കം ടു റാങ്ക് ഫയൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഓപ്ഷൻ എ 1956 നവംബർ 1 മുതൽ 5 വരെ, ഓപ്ഷൻ ബി 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെ, സി 1957 ഏപ്രിൽ 1, ഓപ്ഷൻ ഡി 1957 ഏപ്രിൽ 5. ആൻസർ ഓപ്ഷൻ ബി 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം. ഓപ്ഷൻ എ മലബാർ കലാപം, ബി പുന്നപ്ര വയലാർ സമരം, സി അഞ്ചുതങ്ക കലാപം, ഡി വിമോചന സമരം. ഡി വിമോചന സമരമാണ് ആൻസർ. സമരത്തിന് കാരണമായ പ്രധാന സംഭവം വിദ്യാഭ്യാസ ബില്ലും ഭൂപരിഷ്കരണ ബില്ലുമായിരുന്നു. ഈ വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്. എ നീലം സഞ്ജീവ് റെഡ്ഡി, ഓപ്ഷൻ ബി വി ഗിരി, സി KR നാരായണൻ, ഡി ശങ്കർ ദയാൽ ശർമ്മ. ഓപ്ഷൻ സി KR നാരായണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. 1969 കേരളം ഔദ്യോഗിക ഭാഷ ആക്ട് പാസാക്കി. 2. ഔദ്യോഗിക ഭാഷ ആക്ട് അനുസരിച്ച് കേരളത്തിലെ ഏക ഔദ്യോഗിക ഭാഷ നിലവിൽ മലയാളം മാത്രമാണ്. 3. 2019 കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഭരണഭാഷാ പുരസ്കാരം നേടിയ ജില്ല പത്തനംതിട്ട. 4. 1990 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയെ പ്രഖ്യാപിക്കപ്പെട്ടത് എറണാകുളം. ഓപ്ഷൻസ് എ 1, 2, ബി 2, 4, സി 3 മാത്രം, ഡി 4 മാത്രം. 3 മാത്രമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 1957 വിദ്യാഭ്യാസ ബില്ലുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായവ കണ്ടെത്തുക. 1. സംസ്ഥാനത്തെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് വിദ്യാഭ്യാസ ബില്ലിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ പ്രസ്താവന, 1958 വിദ്യാഭ്യാസ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകി. 3. 1957 ജൂലൈ 13 വിദ്യാഭ്യാസ ബില്ല് കരട് രൂപത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. 4. വിദ്യാഭ്യാസ ബില്ലിന് നേതൃത്വം നൽകിയത് EMS മന്ത്രിസഭയാണ്. ഓപ്ഷൻ എ 2, 4, ബി 3, 4, സി 1, 2, ഡി 2 മാത്രം. ഡി ആണ് 1, 2. ക്വസ്റ്റ്യൻ, 1972 നടന്ന മിച്ചഭൂമി സമരത്തിന് നേതൃത്വം നൽകിയവരിൽ കൂട്ടത്തിൽ പെടാത്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കെ ഗോപാലൻ, ബി ഫാദർ വടക്കൻ, സി PV കുഞ്ഞിക്കണ്ണൻ, ഡി CK മുഹമ്മദ്. ആൻസർ ഡി CK മുഹമ്മദ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 1. 1970 ജനുവരി 1 നിലവിൽ വന്നു. 2. പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 1969 ഡിസംബർ 16. 3. ഭേദഗതി നിയമം വരുമ്പോൾ റവന്യൂ മന്ത്രി KT ജേക്കബ് ആണ്. 4. മുകളിൽ പറഞ്ഞവയല്ല. ശരിയാണ് 4 മാത്രം, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയായവയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2002 നടന്ന പ്ലാച്ചിമട സമരത്തെ തുടർന്ന് കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടിയ വർഷം. ഓപ്ഷൻ എ 2002, ബി 2003, സി 2004, ഡി 2005. ശരിയാണ് ആൻസർ 2004 കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടിയത്. ക്വസ്റ്റ്യൻ നമ്പർ 9, കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ ആരംഭിച്ച ഏത് പദ്ധതിയിലൂടെയാണ് കേരളത്തിന് ആദ്യ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? ഓപ്ഷൻ എ അതുല്യം പദ്ധതി, ബി സാക്ഷരതാ പദ്ധതി, സി എൻ്റെ മലയാളം, ഡി സുകൃതം പദ്ധതി. ഓപ്ഷൻ എ അതുല്യം പദ്ധതിയാണ്. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി. ഓപ്ഷൻ എ KR ഗൗരിയമ്മ, ബി റോസമ്മ പുന്നൂസ്, സി KC ജോർജ്, ഡി TV തോമസ്. ആൻസർ ബി റോസമ്മ പുന്നൂസ്. കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യം വനം വകുപ്പ് ആയിരുന്നു KC ജോർജിൻ്റെത്. TV തോമസ് തൊഴിൽ ട്രാൻസ്പോർട്ട്. KR ഗൗരിയമ്മ റവന്യൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം ഏത്? ഓപ്ഷൻ എ ചെങ്ങറ ഭൂസമരം, ബി മുത്തങ്ങ സമരം, സി അമരാവതി സമരം, ഡി കല്ലറ പാങ്ങോട്. ആൻസർ ഓപ്ഷൻ ബി മുത്തങ്ങ സമരം.